തെല്ലവീവ് ആക്രമണത്തിന് ശേഷം ഹൈഫയിലെ വൈദ്യുതി കേന്ദ്രം കത്തിച്ച് ഹൂത്തികൾ. ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഹൂത്തികളുടെ ബാലിസ്റ്റിക് മിസൈലിനെ തടുക്കാനായില്ല. ഓരോട്ട് റാബിൻ വൈദ്യുത നിലയം തങ്ങൾ തകർത്തുവെന്ന് ഹൂത്തികൾ പറഞ്ഞു. ഇത് നിലകൊള്ളുന്നത് ഹൈഫയുടെ തെക്ക് ഭാഗത്താണ്. ഞായറാഴ്ച ഇസ്രയേലിന് നേർക്ക് ഉണ്ടാകുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. ആദ്യ ആക്രമണത്തിൽ നോർത്തേൺ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. കഴിയുമെങ്കിൽ തങ്ങളുടെ മിസൈലുകളെ തടുക്കാൻ ഹൂത്തികൾ ഇസ്രയേലിനെ പരിഹസിച്ചിരുന്നു. സെൻട്രൽ ഇസ്രയേലിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വൈദ്യുതി നിലയത്തിൻ്റെ നാശനഷ്ടത്തെപ്പറ്റി ഇതുവരെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അതേസമയം ഹൂത്തികളെ സഹായിക്കുന്നത് ചൈനയാണെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ റിപ്പോർട്ട്. അമേരിക്കയും ഇസ്രയേലിനെയും ആക്രമിക്കാൻ ചൈന ആയുധം നൽകുന്നതായാണ് പുതിയ റിപ്പോർട്ട്. ക്രൂയിസ് മിസൈലുകൾ നിർമ്മിക്കാനാണ് ചൈന ഹൂത്തികളെ സഹായിക്കുന്നത്. പകരമായി ചെങ്കടലിൽ ചൈനീസ് കപ്പലുകൾക്ക് ഹൂത്തികൾ സംരക്ഷണം നൽകുന്നതായാണ് റിപ്പോർട്ട്. ന്യൂസ് മാക്സ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. 2024 ഹൂത്തി പ്രതിനിധി സംഘം ചൈന സന്ദർശിച്ചിരുന്നു. ഇതിനിടയിലാണ് ചൈനീസ് കമ്പനികളാണ് ഹൂത്തികൾക്ക് ആയുധം നൽകുന്നതെന്ന് അമേരിക്ക പറയുന്നത്. മുൻപ് ഇറാനാണ് ഹൂത്തികൾക്ക് ആയുധം നൽകുന്നതെന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. എന്നാൽ ഇറാൻ ഇത് നിഷേധിച്ചിരുന്നു. ഇസ്രയേൽ ഗാസ അതിക്രമം അവസാനിപ്പിക്കും വരെ തങ്ങൾ ഇസ്രയേലിനെതിരെ ആക്രമണം തുടരുമെന്ന് ഹൂത്തികൾ പറഞ്ഞു.